ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ട് കൺഫ്യൂസ്ഡ് വേർഡ്സ് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഏത് ലെവലിലുള്ള ഇംഗ്ലീഷ് ലേണേഴ്സിനും ചെറിയ ഒരു കൺഫ്യൂഷൻ തോന്നാറുണ്ട് ഈ രണ്ട് വാക്കുകൾ തമ്മിൽ. അപ്പോൾ ആ വാക്കുകൾ ഏതാണെന്നല്ലേ? ഗുഡ് ആൻഡ് വെൽ. ഗുഡ് ആൻഡ് വെൽ ഉപയോഗിക്കുമ്പോൾ അതിലൊരു കൺഫ്യൂഷൻ വരാൻ കാരണം അതിൻ്റെ മീനിങ് തന്നെയാണ്. അതിന് വളരെ സിമിലർ ആയിട്ടുള്ള മീനിങ് ആണ് ഈ രണ്ട് വാക്കുകൾക്കും ഉള്ളത്. പക്ഷേ അത് ഗ്രാമാറ്റിക്കലി അത് ചെറിയ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ കറക്റ്റായ മീനിങ്, എങ്ങനെയാണത് കറക്റ്റായിട്ട് ഉപയോഗിക്കുന്നത് എന്നൊക്കെ നമുക്ക് ഇന്നത്തെ ലെസണിൽ ഡിസ്കസ് ചെയ്യാം. രണ്ട് സെൻറ്റൻസുകൾ നോക്കൂ. ഷീ സ്പീക്സ് ബ്ലാങ്ക് ഇംഗ്ലീഷ്. ഷീ സ്പീക്സ് ബ്ലാങ്ക് ഇംഗ്ലീഷ്. നെക്സ്റ്റ് സെൻറ്റൻസ് ഷീ സ്പീക്സ് ഇംഗ്ലീഷ് ബ്ലാങ്ക്. ഈ രണ്ട് സെൻറ്റൻസുകളിലും എന്താണ് ഉപയോഗിക്കേണ്ടത്? ഗുഡ് ആണോ ഉപയോഗിക്കേണ്ടത്, വെൽ ആണോ ഉപയോഗിക്കേണ്ടത് എന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഫസ്റ്റ് സെൻറ്റൻസിൽ ഷീ സ്പീക്സ് ബ്ലാങ്ക് ഇംഗ്ലീഷ്, അവിടെ ഷീ സ്പീക്സ് ഗുഡ് ഇംഗ്ലീഷ് എന്നാണ് വേണ്ടത്. അടുത്ത സെൻറ്റൻസിൽ ഷീ സ്പീക്സ് ബ്ലാങ്ക് എന്നത് ഷീ സ്പീക്സ് വെൽ എന്നാണ് വേണ്ടത്. അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസിൽ ഗുഡ് ഉപയോഗിക്കാനും രണ്ടാമത്തെ സെൻറ്റൻസിൽ വെൽ ഉപയോഗിക്കാനും എന്താണ് റീസൺ? എന്തുകൊണ്ടാണ് അങ്ങനെ ഉപയോഗിച്ചാൽ അത് കറക്റ്റ് ആവൂ. അപ്പോൾ എന്തെങ്കിലും ഒരു ഡിഫറൻസ് അതിന് വേണമല്ലോ. അപ്പോൾ അതാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഗുഡ് എന്നത് ഒരു അജക്റ്റീവ് ആണ്. അജക്റ്റീവ് എന്നാൽ ഒരു നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡാണ് അജക്റ്റീവ്. അപ്പോൾ ഗുഡ് എന്നത് ഒരു അജക്റ്റീവ് ആണ്. ഇവിടെ ഈ സെൻറ്റൻസിൽ ഗുഡ് ഇംഗ്ലീഷ് എന്നാണ്. അപ്പോൾ ഇംഗ്ലീഷ് എന്ന വാക്കിനെയാണ് ഗുഡ് എന്ന ഒരു വാക്ക് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ ഗുഡ് അവിടെ അജക്റ്റീവ് ആണ്. ഒരു നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുക എന്ന് പറയുമ്പോൾ നൗൺ എന്താണ്? ഒരു പ്ലേസ് ആകാം, ഒരു പേഴ്സൺ ആകാം, ഒരു തിങ് ആവാം, ഒരു കോൺസെപ്റ്റ് ഒക്കെ ആകാം. അപ്പോൾ ഇംഗ്ലീഷ് എന്നത് ഒരു നൗൺ ആണ്. സാധാരണയായിട്ട് അജക്റ്റീവ്സ് വരുന്നത് നൗണിന് മുന്നിലാണ്. ഇവിടെയും അങ്ങനെ തന്നെയാണ്. ഗുഡ് ഇംഗ്ലീഷ്. ഗുഡ് ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് ആ ഇംഗ്ലീഷ് എന്ന വാക്കിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ഇപ്പോൾ ഏത് തരം ഇംഗ്ലീഷ്, വാട്ട് കൈൻഡ് ഓഫ് ഇംഗ്ലീഷ്, ഗുഡ് ഇംഗ്ലീഷ്, ഏത് തരത്തിലുള്ള ഇംഗ്ലീഷ് എന്ന വാക്ക് എന്ന ആ ഒരു ഇൻഫർമേഷനാണ് അവിടെ കൊടുക്കുന്നത് ഗുഡ് എന്ന വാക്ക്. ഇനി സെക്കൻഡ് സെൻറ്റൻസിൽ ഉപയോഗിക്കുന്നത് ഷീ സ്പീക്സ് ഇംഗ്ലീഷ് വെൽ എന്നാണ്. ഷീ സ്പീക്സ് ഇംഗ്ലീഷ് വെൽ. ഈ വെൽ എന്ന് ഉപയോഗിക്കാൻ കാരണം വെൽ എന്നത് ഒരു ആഡ്വേർബ് ആണ്. ആഡ്വേർബ് എന്നാൽ ഒരു വേർബിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വാക്കാണ്. ഷീ സ്പീക്സ് ഇംഗ്ലീഷ് വെൽ എന്ന് പറയുമ്പോൾ സ്പീക്സ് എന്ന വേർബിനെയാണ് വെൽ എന്ന വാക്ക് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അത് ഒരു ആഡ്വേർബായിട്ടാണ് ആ സെൻറ്റൻസിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അവൾ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അവിടെ ഹൗ ഡസ് ഷീ സ്പീക്ക് ഇംഗ്ലീഷ് എന്നാണ്. എങ്ങനെയാണ് അവൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് എന്നത്. അതിനുള്ള ആൻസറാണ് നമുക്ക് വെൽ എന്ന വാക്കിലൂടെ കിട്ടുന്നത്. അപ്പോൾ അതൊരു ആഡ്വേർബ് ആണ്. ജോൺ ഈസ് എ ബ്ലാങ്ക് ഡ്രൈവർ. ഹീ ഡ്രൈവ്സ് ബ്ലാങ്ക്. ജോൺ ഈസ് എ ഗുഡ് ഡ്രൈവർ. ഹീ ഡ്രൈവ്സ് വെൽ. നോക്കൂ, ഡ്രൈവ്സ് എന്ന വാക്കിനെയാണ് വെൽ എന്ന ആഡ്വേർബ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതേസമയം ഫസ്റ്റ് സെൻറ്റൻസ് ജോൺ ഈസ് എ ഗുഡ് ഡ്രൈവർ എന്ന് പറയുമ്പോൾ ഡ്രൈവർ എന്ന നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന അജക്റ്റീവ് ആണ് ഗുഡ്. വാട്ട് കൈൻഡ് ഓഫ് എ ഡ്രൈവർ? എ ഗുഡ് ഡ്രൈവർ. ഹൗ ഡസ് ഹീ ഡ്രൈവ്? ഹീ ഡ്രൈവ്സ് വെൽ. ഇനി ഈ ഗുഡ് അതുപോലെ വെൽ ഈ രണ്ട് വാക്കുകളും പേഴ്സൺസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല യൂസ് ചെയ്യുന്നത്. നമുക്ക് പ്ലേസസിനെ പറ്റി പറയുമ്പോൾ ഉപയോഗിക്കാം, തിങ്സിനെ പറ്റി പറയുമ്പോൾ ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, ഇറ്റ്സ് എ ഗുഡ് ഫോൺ. അത് നല്ല ഒരു ഫോൺ ആണ്. ഇറ്റ് വർക്ക്സ് വെൽ. അത് നന്നായി വർക്ക് ചെയ്യുന്നു. ഇറ്റ്സ് എ ഗുഡ് ഹോട്ടൽ. ഇറ്റ് സെർവ്സ് പീപ്പിൾ വെൽ. നോക്കൂ, ഇറ്റ്സ് എ ഗുഡ് ഹോട്ടൽ. അവിടെ ഗുഡ് എന്ന വാക്ക് അജക്റ്റീവാണ്. ഇറ്റ് സെർവ്സ് പീപ്പിൾ വെൽ. അത് ആളുകളെ നന്നായി സേവിക്കുന്നു. ഇറ്റ് വാസ് എ ഗുഡ് കോൺസേർട്ട്. ദേ പ്ലേഡ് വെൽ. ഇറ്റ് വാസ് എ ഗുഡ് കോൺസേർട്ട്. അത് നല്ല ഒരു മ്യൂസിക്കൽ പെർഫോമൻസ് ആയിരുന്നു. എല്ലാവരും നന്നായിട്ട് പ്ലേ ചെയ്തു. ദേ പ്ലേഡ് വെൽ. പ്ലേ എന്ന വാക്കിനെ എന്ന വേർബിനെ ഡിസ്ക്രൈബ് ചെയ്യുകയാണ് വെൽ. അതേസമയം ഇറ്റ് വാസ് എ ഗുഡ് കോൺസേർട്ട് എന്ന് പറയുമ്പോൾ കോൺസേർട്ട് എന്ന വാക്കിനെ എന്ന നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുകയാണ് ഗുഡ് എന്ന അജക്റ്റീവ്. ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. ഐ തിങ്ക് ഇറ്റ് വുഡ് വർക്ക് വെൽ. ഇറ്റ് വാസ് എ ഗുഡ് ഐഡിയ. ഗുഡ് ഐഡിയ അജക്റ്റീവാണ്. ഗുഡ് ഐഡിയ. ഐ തിങ്ക് ഇറ്റ് വുഡ് വർക്ക് വെൽ. വർക്ക് എന്ന വേർബിനെ ഡിസ്ക്രൈബ് ചെയ്യുകയാണ് വെൽ എന്ന വാക്ക്. ഗ്രേറ്റ് ഐഡിയ എന്ന് പറയുന്ന പോലെ ഗുഡ് ഐഡിയ.
ഗ്രേറ്റ് പ്ലാൻ എന്ന് പറയുന്ന പോലെ തന്നെ ഗുഡ് പ്ലാൻ. ഷീ ഈസ് എ ഗുഡ് റൈറ്റർ. അവൾ ഒരു നല്ല റൈറ്റർ ആണ്. ഷീ റൈറ്റ്സ് വെൽ. അവൾ നന്നായി എഴുതാറുണ്ട്. ഹീ ഈസ് എ ഗുഡ് സിംഗർ. അവനൊരു നല്ല സിംഗർ ആണ്. ഹീ സിങ്സ് വെൽ. അവൻ നന്നായി പാടാറുണ്ട്. ദേ ആർ ഗുഡ് മാനേജേഴ്സ്. അവർ നല്ല മാനേജേഴ്സ് ആണ്. ദേ മാനേജ് വെൽ. നോക്കൂ, ഒരു സ്ഥലത്ത് അജക്റ്റീവ് ആണ് ഫസ്റ്റ് സെൻറ്റൻസിൽ, സെക്കൻഡ് സെൻറ്റൻസിൽ ആഡ്വർബായിട്ട് ഉപയോഗിക്കുന്നു. ദേ ആർ ഗുഡ് ആക്ടേഴ്സ്. അവർ നല്ല ആക്ടേഴ്സ് ആണ്. ആക്ടേഴ്സ് എന്ന വാക്കിനെയാണ് ഗുഡ് എന്ന അജക്റ്റീവ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ദേ ആക്ട് വെൽ. അവർ നന്നായി ആക്ട് ചെയ്യാറുണ്ട്. ആക്ട് എന്ന വേർബിനെ വെൽ എന്ന ആഡ്വർബ് ഡിസ്ക്രൈബ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു റൂൾ. പക്ഷേ ഏത് ഇംഗ്ലീഷ് ഗ്രാമാറ്റിക്കൽ റൂൾ ആണെങ്കിലും അതിനും എക്സെപ്ഷൻസ് ഉണ്ടാകും. അപ്പോൾ ഇവിടെ ചില എക്സെപ്ഷൻസ് നമുക്ക് നോക്കാം. അപ്പോൾ ഇത്തരത്തിൽ അജക്റ്റീവ് ആണ് ഗുഡ്, അതുപോലെ വെൽ ഉപയോഗിക്കുന്നത് ഒരു ആഡ്വേർബ് ആയിട്ടാണ് എന്ന് മനസ്സിലാക്കി. ഇനി ചില എക്സെപ്ഷൻസ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ ഏത് ഗ്രാമാറ്റിക്കൽ റൂൾ ആണെങ്കിലും ചില എക്സെപ്ഷൻസും ഉണ്ടാകും. അപ്പോൾ ഇവിടെയുള്ള ചില എക്സെപ്ഷൻസ് എന്താണ് എന്ന് നോക്കാം. ചില വേർബ്സ് ലുക്ക്, സ്മെൽ, ടേസ്റ്റ്, ഫീൽ എന്നൊക്കെ പറയുന്ന വേർബ്സ്, ഇതിൻ്റെയൊക്കെ ഒപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് ഗുഡ് എന്ന വാക്കാണ്. എവറിത്തിങ് ലുക്സ് ഗുഡ്. എല്ലാം നന്നായിട്ട് തോന്നുന്നു. എവറിത്തിങ് ലുക്സ് ഗുഡ്. ലുക്സ് കഴിഞ്ഞിട്ട്, ലുക്സ് എന്ന ഒരു വേർബാണ് അവിടെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗുഡ് ഉപയോഗിച്ചു. എവറിത്തിങ് ലുക്സ് ഗുഡ്. സംതിങ് സ്മെൽസ് ഗുഡ്. നമുക്ക് എവിടെയെങ്കിലും ഒരു വീട്ടിലേക്കോ മറ്റോ കയറി ചെല്ലുമ്പോൾ നല്ല ഒരു സ്മെല്ല് വരുന്നു. ചിലപ്പോൾ അത് കേക്ക് ബേക്ക് ചെയ്യുന്നതാകാം. അങ്ങനെയുള്ള ചില സ്മെൽസ്, നല്ല കറികളുടെ സ്മെൽ. ഓ, ഇറ്റ് സ്മെൽസ് ഗുഡ്. അവിടെ സ്മെൽസ് എന്ന വേർബ്, അത് കഴിഞ്ഞിട്ട് ഗുഡ് എന്ന വേർഡാണ് ഉപയോഗിച്ചത്. അവിടെ സംതിങ് സ്മെൽസ് ഗുഡ്. എന്തോ നന്നായിട്ട് മണക്കുന്നു, നല്ല സ്മെല്ല് വരുന്നു എന്നാണ് പറയുന്നത്. സംതിങ് സ്മെൽസ് ഗുഡ്. സ്മെൽസ് എന്ന വേർബ് കഴിഞ്ഞിട്ട് ഗുഡ് ഉപയോഗിച്ചു. ദ ഫുഡ് ടേസ്റ്റ് ഗുഡ്. ഫുഡ് നല്ല ടേസ്റ്റ് ആണെന്നാണ്. ദ ഫുഡ് ടേസ്റ്റ് എന്ന വേർബ്, അത് കഴിഞ്ഞിട്ട് ഗുഡ്. ദ സൺഷൈൻ ഫീൽസ് ഗുഡ്. സൺഷൈൻ, നല്ല സൺലൈറ്റ്, ആ സൺൻ്റെ ഷൈനിങ്, അത് നന്നായിട്ട് തോന്നുന്നു. ദ സൺഷൈൻ ഫീൽസ് ഗുഡ്. അപ്പോൾ ഇത്തരം വേർബ്സ് ഒക്കെ ആണെങ്കിൽ ഗുഡ് എന്നാണ് ഉപയോഗിക്കേണ്ടത്. അതാണ് ഒരു എക്സെപ്ഷൻ. ഇനി അടുത്ത വേർബ് ടു ബി വേർബ് ആണ്. ടു ബി വേർബ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഗുഡ് തന്നെയാണ്. ദ മൂവി വാസ് ഗുഡ്. ദ ബുക്ക് ഈസ് ഗുഡ്. ഈസ്, വാസ് എന്നൊക്കെയുള്ള ടു ബി വേർബ് കഴിഞ്ഞിട്ട് ഗുഡ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹൗ വാസ് ദ മീറ്റിംഗ് എങ്ങനെയുണ്ടായിരുന്നു? ഇറ്റ് വാസ് ഗുഡ്. ഇനി പലപ്പോഴും നമ്മൾ കോൺവെർസേഷനിലൊക്കെ ഹൗ ആർ യു എന്ന് ചോദിക്കുമ്പോൾ ഐ ആം ഗുഡ് എന്ന് പറയാറുണ്ട്. ഐ ആം ഗുഡ്, അതൊരു ഇൻഫോർമൽ വേ ആണ്. ഐ ആം ഗുഡ് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഇമോഷണൽ സ്റ്റേറ്റാണ് നമ്മൾ പറയുന്നത്. നമുക്ക് ഇപ്പോൾ മനസ്സിന് എങ്ങനെയുണ്ട്, അതൊരു ഇൻഫോർമൽ വേ ആണ്. കാഷ്വൽ വേയിൽ നമുക്ക് സംസാരിക്കുമ്പോൾ ഐ ആം ഗുഡ് എന്ന് പറയാം. അത് നമ്മുടെ ഒരു മെൻ്റൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇമോഷണൽ സ്റ്റേറ്റിനെ പറ്റിയാണ് ഐ ആം ഗുഡ് എന്ന് പറയുന്നത്. അതേസമയം ഹൗ ആർ യു ടുഡേ, നിങ്ങൾക്കിപ്പോൾ സുഖമില്ലാതിരിക്കുന്ന ഒരാളോട് ഹൗ ആർ യു ടുഡേ എന്ന് ചോദിക്കുമ്പോൾ അയാളുടെ ഒരു ഹെൽത്തിനെ പറ്റിയാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ഐ ആം വെൽ എന്ന് പറയാം. അപ്പോൾ ഹെൽത്ത് വൈസ് ഞാൻ ഓക്കെയാണ്, ഞാൻ ഇപ്പോൾ നന്നായിരിക്കുന്നു, എനിക്ക് ഹെൽത്ത് വൈസ് ഫിസിക്കൽ സ്റ്റേറ്റിനെ പറ്റിയാണ് അവിടെ പറയുന്നത്. ഇത് കുറച്ച് ഫോർമൽ വേ ആണ്. അപ്പോൾ ഐ ആം ഗുഡ് എന്ന് പറയുമ്പോൾ അതിനർത്ഥം നമ്മുടെ ഒരു ഇമോഷണൽ സ്റ്റേറ്റ്, നമ്മുടെ മൂഡ് എങ്ങനെയാണ് എന്നാണ്. അതേസമയം ഐ ആം വെൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ആരോഗ്യം, ഞാൻ നല്ല ആരോഗ്യത്തിലിരിക്കുന്നു എന്ന അർത്ഥത്തിലാണ് ഐ ആം വെൽ. ഇപ്പോൾ ഹൗ ഈസ് ജോൺ? ഐ ഹേർഡ് ദാറ്റ് ഹി ഹാഡ് ബീൻ അൺവെൽ. അവന് സുഖമില്ല എന്ന് കേട്ടല്ലോ, എങ്ങനെയുണ്ട് ഇപ്പോൾ ജോണിന് എന്ന് ചോദിക്കുമ്പോൾ ഹീസ് വെൽ നൗ എന്ന് പറയുമ്പോൾ ഇപ്പോൾ അവന് സുഖമായിട്ടിരിക്കുന്നു, അവൻ്റെ ആരോഗ്യത്തിന് ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല എന്നാണ് ഹീസ് വെൽ നൗ എന്ന് പറയുമ്പോൾ. അപ്പോൾ വെൽ എന്ന് ഉപയോഗിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അതേസമയം ഐ ആം ഗുഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു മൂഡ് എങ്ങനെയുണ്ട് എന്നാണ്.